വായിക്കുന്നത് അനുജി. നഗരസഭ താലൂക്ക് ആശുപത്രിയുടെയും റോട്ടറി ക്ലബ് കൊച്ചിൻ എയർപോർട്ട് യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ താലൂക്ക് ആശുപത്രി ഓഡിറ്റോറിയത്തിൽ വെച്ച് മുലയൂട്ടൽ വാരാചരണവും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. ഇതിനു മുന്നോടിയായി താലൂക്ക് ആശുപത്രിയിൽ റോട്ടറി ക്ലബിന്റെ സഹായത്തോടെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു മുലയൂട്ടൽ മുറിയും പുതുതായി സജ്ജമാക്കി. വാരാചരണ പരിപാടികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് നിർവഹിച്ചു. പ്രസക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്താൻ മുൻകൈയെടുത്ത രംഗത്ത് വന്നതിന്റെ ഫലമായിട്ടാണ് ഈ മുലയൂട്ടൽ വാരം ലോകത്തൊട്ടാകെ ആചരിക്കാൻ തുടങ്ങിയത്. ഇന്നെല്ലാവരും ബോധവാന്മാരാണ്. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും ഗുണമേന്മയുള്ള ആഹാരം ഈ മുലപ്പാൽ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് ഇന്ന് ലോകത്തിനാകെ വന്നിരിക്കുകയാണ്. അതിന്റെ പ്രചരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ലോക മുലയൂട്ടൽ ദിനം റോട്ടറി ക്ലബും താലൂക്ക് ആശുപത്രിയും ചേർന്ന് ഇവിടെ സംഘടിപ്പിച്ചത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും നഗരസഭയ്ക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുന്നു. സന്തോഷ് തോമസ് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന യോഗത്തിൽ നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജസ്മി ജിജോ, ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത്ത പോൾ, കൗൺസിലർമാരായ ലേഖ മധു, സരിത അനിൽകുമാർ, ഹെൽത്ത് സൂപ്പർവൈസർ AV സാബു, PRO സണ്ണി VV, റോട്ടറി ക്ലബ് എയർപോർട്ട് യൂണിറ്റ് സെക്രട്ടറി ഡോക്ടർ രേഷ്മ അനൂപ്, റൊട്ടേറിയൻ ജൂബി നളിൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. നമ്മുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് എല്ലാ കൊല്ലവും നമ്മൾ ഓഗസ്റ്റ് 1 തൊട്ട് 7 വരെയുള്ള ദിവസങ്ങളിൽ ആചരിച്ചു വരികയാണ്. അപ്പോൾ ഈ കൊല്ലം നമ്മൾ ഇതിൻ്റെ സമാപനമായി ഇന്ന് നമ്മളിവിടെ ബ്രസ്റ്റ് ഫീഡിംഗ് ലോക മുലയൂട്ടൽ വാരത്തിന് സമാപനം ഇന്ന് ആഘോഷിക്കുകയാണ്. ഈ കൊല്ലത്തെ നമ്മുടെ തീം എന്ന് പറയുകയാണെങ്കിൽ വിടവുകൾ നിർത്താം, മുലയൂട്ടലിന് പിന്തുണ ഏകാം എന്നുള്ളതാണ് നമ്മുടെ തീം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു. ലോകാരോഗ്യ സംഘടനയും യൂണിസെഫും സംയുക്തമായി ചേർന്നുകൊണ്ട് 1990 മുതലാണ് നമ്മൾ വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് ആഘോഷിക്കാനായി ആരംഭിച്ചത്. അത് ഇറ്റലിയിലെ ഫ്ലോറൻസിൽ ഒരു ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ബ്രസ്റ്റ് ഫീഡിംഗ് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മമാരിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ആൾക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം ഇറ്റലിയിൽ അത് ചേർന്ന യൂണിസെഫിൻ്റെയും WHO-യുടെയും പോളിസി മേക്കേഴ്സ് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അങ്ങനെ ഒരു ദിനം ആചരിക്കുന്നതെന്ന് തീരുമാനിച്ചിരുന്നു. അതിനുശേഷം എല്ലാ കൊല്ലവും നമ്മൾ മുടങ്ങാതെ ഓഗസ്റ്റ് ആദ്യ വാരം 1 തൊട്ട് 7 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കായി ആചരിക്കുന്നു. ഈ കൊല്ലത്തെ ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കിന് നമ്മുടെ ടീമിൽ മെയിനായിട്ട് പറയുന്നത് നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മയ്ക്ക് നമ്മൾ ഒരു പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. സ്വയമായി അമ്മയ്ക്ക് മാത്രമായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുടുംബത്തിൻ്റെ സപ്പോർട്ട്, സമൂഹത്തിൻ്റെ സപ്പോർട്ട്, എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും സപ്പോർട്ട് കൂടിയേ നമുക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന 6 മാസത്തേക്ക് മുലയൂട്ടൽ മാത്രമായി കൊടുക്കാനും അതിനുശേഷം 2 വയസ്സ് വരെ മുലയൂട്ടൽ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി നമ്മൾ എല്ലാ കൊല്ലവും ആചരിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രാധാന്യപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതാണ് മെയിൻ ആയിട്ടുള്ളത്. അതിൻ്റെ ഒരു സംഘടന വേൾഡ് അലയൻസ് ഫോർ ബ്രസ്റ്റ് ഫീഡിംഗ് എന്നൊരു സംഘടനയാണ് ഇതിനെ ഏകോപിപ്പിക്കുന്നത്. അത് ഇന്ത്യ ഉൾപ്പെടെ 170 രാജ്യങ്ങളിലാണ് ഇപ്പോൾ ഈ വാരം ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. യൂണിസെഫിൻ്റെയും WHO-യുടെയും സംയുക്തമായാണ് ഇത് ആചരിക്കുന്നത്. അപ്പോൾ ഈ കൊല്ലത്തെ നമ്മുടെ തീം എന്ന് പറയുകയാണെങ്കിൽ വിടവുകൾ നികത്താം. എന്തെങ്കിലും ഗ്യാപ്സ് ഈ ബ്രസ്റ്റ് ഫീഡിംഗ്
അനുബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് വിടവ് നികത്തിക്കൊണ്ട് തന്നെ മുലയൂട്ടലിന് പൂർണ്ണമായ പിന്തുണ അമ്മയ്ക്കും ഏകാം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ കുടുംബങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സമൂഹം സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ആരോഗ്യ പ്രവർത്തകർ, ബാക്കി എല്ലാവരും തന്നെ പരിപൂർണ്ണ പിന്തുണയോട് കൂടി മാത്രമേ നമുക്ക് ഈ വിജയകരമായി മുലയൂട്ടൽ നമുക്ക് പ്രവർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അമ്മ ഈ മുലയൂട്ടുന്ന അമ്മ എവിടെയായിരുന്നെങ്കിലും ഇത് ഏത് സാഹചര്യത്തിലായിരുന്നാലും നമ്മൾ ബസ്സിലോ ട്രെയിനിലോ ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ റോഡിലോ എവിടെയെങ്കിലും ആണെങ്കിലും ഏത് ഓഫീസിൽ എവിടെയാണെങ്കിലും അവർക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനുള്ള മുലയൂട്ടാനുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ടത് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു കടമയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു മുലയൂട്ടലിൻ്റെ ഒരു റൂം നമുക്ക് അവർക്ക് വേണ്ടി റോട്ടറി ക്ലബിൻ്റെ സഹകരണത്തോടെ നമ്മളൊരു റൂം ക്രമീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ മുലയൂട്ടൽ എപ്പോഴും ഒരു അമ്മയുടെ ബാധ്യത മാത്രമല്ല, കുഞ്ഞിൻ്റെ ഒരു അവകാശം കൂടിയാണ്. അപ്പോൾ അപ്പം അതിനുവേണ്ടി നമ്മളെല്ലാവരും കൂട്ടായി ശ്രമിച്ചാൽ മാത്രമേ അത് വിജയകരമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ മുലപ്പാലിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് എല്ലാവർക്കും നമുക്ക് അറിയാം. അതിൻ്റെ ഓരോ തുള്ളി മുലപ്പാലിനും അതിനൊരു രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ളൊരു ശക്തിയുണ്ട്. ആൻറ്റിബോഡിയും അതിൻ്റെ പല രോഗപ്രതിരോധ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ബോണ്ടിങ് അത് ജനിച്ച ഉടനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ കുഞ്ഞുമായിട്ടുള്ള ഒരു അടുപ്പം അമ്മയ്ക്ക് ജനിച്ച ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് പ്രാപ്തിയാക്കുകയാണ്. അപ്പോൾ അത് ജനിച്ച സാധാരണ പ്രസവത്തിൽ ആദ്യത്തെ അരമണിക്കൂറിനുള്ളിൽ തന്നെ മുലയൂട്ടൽ ആരംഭിക്കേണ്ടതാണ്. ജനിതക രോഗങ്ങളാണ് അത് പക്ഷെ നമുക്ക് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുന്നതിനൊരു പരിമിതിയുണ്ട്. പക്ഷേ ഡയറ്റും നമുക്ക് ഇൻഫെക്ഷൻ്റെ കാര്യവും ട്രീറ്റ് ചെയ്യും. തുടർന്ന് അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജ് വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച ബോധവൽക്കരണ ആവിഷ്കാര നൃത്ത പരിപാടി അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും വേറിട്ട അനുഭവമായിരുന്നു.
ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം എന്നീ ചാനലുകളിൽ പരസ്യങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 7736964883 9072046846. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. പൊടിപ്പും തൊങ്ങലുകളുമില്ലാതെ സത്യസന്ധമായ വാർത്തകളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ ഫോളോ ചെയ്യുക.